ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തയായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തട്ടിൽപിതാവിൻ്റെ ആളും രൂപമൊക്കെ മാറി എന്നൊരുപാട് പേർക്ക് ധാരണയുണ്ട്. ഒന്നും മാറിയിട്ടില്ല. പഴയതുപോലെ തന്നെ കരിസ്മാറ്റിക് ആയിട്ടുള്ള തട്ടിൽപിതാവാണ്. ഞാൻ തൃശ്ശൂരിലെ മദർ തെരേസയുടെ പ്രസംഗം തർജ്ജമ ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്കാണ് കിട്ടിയത്. പുണ്യപ്പെട്ട അമ്മ എന്നോട് പറഞ്ഞു, ഡിയർ ഫാദർ, my voice is very feeble. Please do give added caution. If you don't understand me, raise your hands, I will repeat. ഞാൻ മദറിനോട് പറഞ്ഞു, മദർ ചുണ്ടനങ്ങിയാലേ ഞാൻ തർജ്ജമ ചെയ്യും. മദർ സംസാരിച്ചു. ഞാൻ തർജ്ജമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ 1,00,000 വരുന്ന തൃശ്ശൂരിലെ മനുഷ്യരുണ്ടല്ലോ, ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആ തർജ്ജമ ചെയ്യണ അച്ഛനൊന്ന് മാറ്റുമോ? ഞാൻ നിസ്സഹായനായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി നിന്നപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, മദറിൻ്റെ പ്രസംഗത്തിന് തർജ്ജമ വേണ്ട. തർജ്ജമയില്ലാതെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന പ്രസംഗമാണ്. അതാണ് സാക്ഷ്യം. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ പന്തക്കുസ്തയാണ് കരിസ്മാറ്റിക് പ്രവർത്തനം. ഈ കരിസ്മാറ്റിക് പ്രവർത്തനത്തിന് കേരള മണ്ണിലെ നേതൃത്വം കൊടുത്ത സ്ഥലമാണ് ഈ പോട്ടാശ്രമം. കരിസ്മാറ്റിക് പ്രസ്ഥാനം തുടങ്ങിയിട്ട് 50 വർഷം പൂർത്തിയാക്കിയപ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പെന്തക്കോസ്റ്റ് ഈസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി, ഇറ്റ് ഷാൽ ബി എ നെവർ എൻഡിങ് റിയാലിറ്റി. പെന്തക്കോസ്ത ഇന്നലെയോ എവിടെയോ നടന്ന ഒരു സംഭവമല്ല. ഇന്നും നിരന്തരമായിട്ട് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൻ്റെ അത്ഭുതമാണ് പെന്തക്കോസ്ത. ഈ കൺവെൻഷനിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ട്. ഒരിക്കലും അവസാനിക്കാത്ത പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ കുത്തൊഴുക്കാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, കേരളത്തിലെ കത്തോലിക്കനും ക്രൈസ്തവനും ഇവിടുത്തെ കുടുംബങ്ങളും ഇവിടുത്തെ പള്ളിയുമൊക്കെ ഇന്നും വേര് ചെയ്യാതെ, കട പുഴകി വീഴാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് നിസ്സംശയം ഞാൻ പറയും. ഈ പോട്ടാശ്രമത്തിലൂടെ നവീകരിക്കപ്പെട്ട മനുഷ്യരുടെ കണക്കെടുത്ത് എത്രയുണ്ടെന്ന്. ഈ പോട്ടാശ്രമത്തിൻ്റെ ധ്യാനങ്ങളിലൂടെ, വിൻസെൻഷ്യൻ സഭ നടത്തിയിട്ടുള്ള പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിലൂടെ, ഇത് അവസാനിക്കാത്ത പെന്തക്കോസ്തായുടെ ഒരു അനുഭവമായിട്ട് നിങ്ങൾ മാറ്റണം.